إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم إياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. إن الذين يحبون أن تشيء الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഏറ്റവും പ്രിയ നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ എല്ലാ കാരുണ്യവും സദാസമയം നമ്മിൽ വർഷിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്ത് ബാധിക്കുന്ന സുപ്രധാനമായ രണ്ട് വെല്ലുവിളികളെ പറ്റി നമ്മൾ കഴിഞ്ഞ ഖുതുബയിലൂടെ പറയുകയുണ്ടായി. ലിബറൽ വാദങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന വലിയ തരം അപകടങ്ങളെ പറ്റി, അത് നാം അറിയാതെ തന്നെ നമ്മുടെ ചിന്താശേഷിയൊക്കെ ബാധിക്കുന്നതിനെ പറ്റിയിട്ടും നമ്മൾ പറയുകയുണ്ടായി. ഇപ്പറഞ്ഞ പല സിദ്ധാന്തങ്ങളുടെയും വക്താക്കൾ, അതിന്റെ വാഹകർ സുപ്രധാനമായിട്ടും അവർ ലക്ഷ്യം വെക്കുന്നത് നമ്മിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ആദ്യം തന്നെ അവര് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് ഹയ ആണ്, ലജ്ജയാണ്. ലജ്ജ നശിപ്പിച്ച് കളയുക, ലജ്ജയില്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കി തീർക്കുക, അങ്ങനെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക
എന്നുള്ള ഒരു ലക്ഷ്യത്തിലൊക്കെയാണ് ഇപ്പറഞ്ഞ കൂട്ടർ അധികമായിട്ടും പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ തെറ്റ് ചെയ്യാത്തതിന്റെ അല്ലെങ്കിൽ വഷളത്തരം കാണിക്കാത്തതിന്റെ, തെറ്റിൽ നിന്നും മാറി നിൽക്കുന്നതിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യ മനസ്സുകൾക്കുള്ളിൽ ഇപ്പറഞ്ഞ ലജ്ജ എന്നൊരു സംവിധാനം, ആ ഒരു ബോധം സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവന്റെ വലിയൊരു കാരുണ്യത്തിന്റെ അടയാളമാണത്. തെറ്റുകളുടെ അല്ലെങ്കിൽ തിന്മകളുടെ വാതിലുകൾ അടച്ചു കളയുന്ന ഒന്നായിട്ടാണ് ഇസ്ലാം ലജ്ജയെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. തിന്മ ചെയ്യാതിരിക്കുക, തിന്മയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ തിന്മയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, അതിനെതിരെ നമ്മൾ സംസാരിക്കുക, ഇതൊക്കെ ലജ്ജയുടെ അല്ലെങ്കിൽ ലജ്ജാബോധത്തിന്റെ ഫലമായിട്ടാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിന് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. തെറ്റുകൾ വ്യാപിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നല്ല അത്. പക്ഷെ ഈ ലജ്ജ ഈ സമൂഹത്തിൽ നിന്നും ഇല്ലാതായി തീരുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉമ്മത്തിനെ തന്നെ ഇവിടെ നിന്നും തുടച്ചു നീട്ടുന്നതിന് സമമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. റസൂൽ പറയുന്നു, ഇന്ന മിമ്മ അദ്റകൻ നാസു മിൻ കലാമിൻ നുബുവതി ൽ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത്. പ്രവാചക വചനങ്ങളിൽ നിന്നും മനുഷ്യർ പഠിച്ചെടുത്ത ഒരു പാഠം എന്നുള്ളത്, ആ പാഠം ലജ്ജയില്ലെങ്കിൽ തോന്നിയതൊക്കെ എന്തും ചെയ്തു തീർക്കാമെന്നുള്ളതാണ്. അഥവാ ഈ ലജ്ജയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തും ചെയ്യും. അവന് ആരും അവന്റെ പ്രവൃത്തികൾ വീക്ഷിക്കുന്നില്ല, സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യാം എന്നുള്ളൊരു നിലപാടിന്റെ ആളുകളാണ് ഇപ്പറഞ്ഞ കൂട്ടർ. ഇത് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മിൽ തന്നെ എന്താണ് ആക്കി തീർക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മുടെ ചിന്തകൾക്ക് എത്രയോ അപ്പുറം എത്തിക്കുന്ന, മുസ്ലിം ഉമ്മത്തിനെ തന്നെ കളവാക്കുന്ന രൂപത്തിലേക്കൊക്കെ മാറ്റി തീർക്കുന്ന രൂപത്തിലൊക്കെ ഈ ലജ്ജാബോധമില്ലാത്ത ഒരു വ്യക്തിയുടെ പ്രവണതകൾ, അവന്റെ പ്രവൃത്തികൾ ആയിത്തീരുമെന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാട്ടുകാരെ പേടിച്ച് അല്ലെങ്കിൽ നമ്മെ കാണുന്ന ആളുകളെ പേടിച്ച് നാം ജീവിക്കേണ്ടതുണ്ടോ? അവര് സമൂഹത്തിലെ മ്ലേച്ഛതകളെ തടയുന്നത് നാം എന്തിനാണ് നോക്കുന്നത്? അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ എന്തിനാണ് സമൂഹം ഇടപെടുന്നത്? അഥവാ ഒരു വ്യക്തി വല്ല മ്ലേച്ഛതകളും സമൂഹത്തിന് ദ്രോഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ സമൂഹം അതിനെതിരെ പ്രതികരിക്കണം. ഈ പ്രതികരിക്കുന്നതിനോടാണ് ഇപ്പറഞ്ഞ ആളുകൾ സംസാരിക്കുക, സമൂഹം എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എന്റെ സ്വാതന്ത്ര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നതാണ് ഇവരുടെ ചോദ്യം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചോയ്സ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് അവന്റെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാമും കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഉള്ളൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ നിയമവിധികളും ചില ചട്ടക്കൂടുകളുമുണ്ട്. അതിൽ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. അഥവാ നമുക്ക് അനുവദിച്ച, നമുക്ക് ഹലാലാക്കിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രവൃത്തികൾ ചെയ്യാമെന്നുമുള്ള പാഠമാണ്. അല്ലാതെ എന്തും ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇസ്ലാം കൽപ്പിച്ചു തരുന്നില്ല. നന്മ കൽപ്പിക്കുക, തിന്മയെ വിരോധിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചൊരു പാഠാണ്. അപ്പൊ ആ നന്മകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, നന്മയെ കൂടുതൽ വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമുക്ക് എന്തും ചെയ്യാമെന്നുള്ളതാണ്. അഥവാ തിന്മയെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം?
മാറ്റി നിർത്തണം. അതിനു വേണ്ട എല്ലാ മുൻകരുതലുകളും, തിന്മയെ തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളിലും നമ്മൾ ജാഗരൂകരാകണം, അതിൽ ഇടപെടണം എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ചുരുക്കി പറഞ്ഞാൽ, ഹൃദയങ്ങളിൽ ലജ്ജ ചോർന്നു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പറഞ്ഞ ഞാൻ എന്തും ചെയ്യും, എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിക്കുന്നത്. തന്റെ ഹൃദയത്തിൽ നിന്നും ഇസ്ലാമിന്റെ അംശം, ഈമാനിന്റെ അംശം ഇല്ലാതായി തീരുന്നതിന് ഏറ്റവും സുപ്രധാനമായ കാരണമാണ് ഇപ്പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ലജ്ജയെ പറ്റിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പരിചയപ്പെടുത്തിയിട്ടുള്ളത്, റസൂൽ മുഖാന്തരമൊക്കെ നമ്മിലേക്ക് പകർന്നു നൽകിയിട്ടുള്ള പാഠം എന്നുള്ളത് ലജ്ജയും ഈമാനും തുല്യമായിട്ടുള്ള ഒന്നായിട്ടാണ്. അഥവാ ലജ്ജ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ളതാണ്, അതിനെ നമ്മൾ കൈവിടരുത് എന്നുള്ള ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അതിനെ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഏതൊരു ഘട്ടത്തിൽ ഇടപെടുമ്പോഴും അതിനെ നമുക്ക് ജീവിതത്തോട് ചേർത്ത് വെക്കാൻ സാധിക്കണം. അൽ ഹയാഉ മിനൽ ഈമാൻ വൽ ഈമാനു ഫിൽ ജന്ന എന്നുള്ളതാണ്. ലജ്ജ എന്ന് പറയുന്നത് ഈമാനാണ്. ഈ ഈമാനാണ് എന്ത് ചെയ്യുന്നത്, അവന്റെ സ്വർഗത്തെ നിശ്ചയിക്കുന്നത് എന്നുള്ള പാഠം. പ്രിയപ്പെട്ടവരെ, ഈ ഈമാനും ഹയാവും ഒന്നിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, നമ്മൾ ഇടപെടുന്ന ഒരു മേഖലയിൽ നമ്മൾ എത്രത്തോളം കൃത്യതയോട് കൂടിയിട്ട്, കാര്യക്ഷമതയോട് കൂടിയിട്ട് നമ്മൾ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്, മ്ലേച്ഛതകൾ എത്രത്തോളം നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, ഈ മ്ലേച്ഛതകൾക്കെതിരിൽ നമ്മൾ സമൂഹത്തിന് എന്ത് പാഠമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇതൊക്കെ അതിൽ വരുന്ന ഓരോ പോയിന്റുകളാണ്. ഇതുപോലെ തന്നെ റസൂൽ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇത് ഉയരുന്നത് ഒരേപോലെയാണെന്നുള്ളതാണ്. ലജ്ജയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ അവന്റെ മ്ലേച്ഛതകൾ പുറം സമൂഹത്തിന് കാണിക്കാൻ അവൻ ഇഷ്ടപ്പെടില്ല. അവന്റെ വീഴ്ചകൾ പുറം സമൂഹത്തിന് കാണിക്കാൻ, അല്ലെങ്കിൽ പുറം സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് മ്ലേച്ഛ പ്രവർത്തികൾ കാണിക്കാൻ ലജ്ജബോധമുള്ള ഒരു മനുഷ്യന് സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് പലതരത്തിൽ. ഇപ്പൊ ഈ മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്റെ സമൂഹത്തിന് താൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് അത് മ്ലേച്ഛമായിട്ടുള്ള, മോശമായിട്ടുള്ള മെസ്സേജുകളാണെങ്കിൽ അതിന്റെ കാര്യമുള്ളത് അത് സമൂഹത്തെ ഇല്ലാതാക്കല്ലേ ചെയ്യാം. അപ്പൊ അതൊരു മുസ്ലിം പ്രതിനിധിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മുസ്ലിം ഉമ്മത്തിനെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറുമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ എന്നുള്ള പാഠം, ഇത് എന്താണ്, ഈമാന്റെ ഒരു ഭാഗമാണ് ഹയാ എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ അനേകം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും, നമ്മൾ ഇടപെടുന്ന ഓരോ പ്രവൃത്തിയിലും, നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ സംസാരം, നമ്മൾ നടക്കുന്ന നടത്തം പോലും, ഈ ഘട്ടങ്ങളിലൊക്കെ എത്രത്തോളം സൂക്ഷ്മത നമുക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്ത് നോക്കണം എന്ന് അവന് തീരുമാനിക്കാം. പക്ഷേ അപ്പറഞ്ഞ നോട്ടം ലജ്ജാബോധമില്ലാത്ത ഒരുവന്റെ നോട്ടമാണെങ്കിൽ അവന്റെ നോട്ടത്തിന്റെ റിയാക്ഷൻ, അല്ലെങ്കിൽ അവന്റെ കണ്ണിന്റെ ഒരു റൂട്ട്, അതിന്റെ ഒരു വഴി എന്ത് ചെയ്യും, തെറ്റിപ്പോകുമെന്നുള്ളതാണ്. എന്തും കാണുന്ന ഒരു മനുഷ്യനായി തീരും അവൻ. തന്റെ ഇസ്ലാം പഠിപ്പിച്ച പാഠങ്ങളെയൊക്കെ മറന്നുകൊണ്ടൊരു നോട്ടം അവൻ നോക്കും. എന്തും കാണാമെന്നുള്ള നിലപാടിലേക്ക് അവൻ എത്തും. ഇതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവർ, നമ്മൾ ബോധപൂർവം തന്നെ വളരെ പ്രാധാന്യപൂർവ്വം കാണേണ്ട വലിയ വിഷയങ്ങളാണിത്. ലജ്ജ ഇല്ലാതായി തീരുന്നതോടുകൂടി ഈമാൻ ഇല്ലാതായി തീരുമെന്നുള്ളതാണ്. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്നുള്ളത് ലജ്ജയാണ്. ഓരോ സംസ്കാരത്തിനും അതിൻ്റെതായ ഓരോ ചിട്ടകളും മാനദണ്ഡങ്ങളും ഉണ്ടാകും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സ്വഭാവ ഗുണമാണ് ഹുൽക്കാണ് എന്ത്, ലജ്ജ എന്നുള്ളത്. ഇസ്ലാം ഏറ്റവും ഹൈ ക്വാളിറ്റിയോട് കൂടി കാണുന്ന ഒരു കാര്യം കൂടിയാണിത്. അപ്പൊ നമ്മള് ഇടപെടുന്ന എല്ലാ മേഖലകളിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ മേഖലകളിലും ഇതിന്റെ ഒരു പാഠം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതില്ലാതായി തീരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമ്മൾ കൊടുക്കുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്നത് തീർച്ചയായിട്ടും വളരെ തെറ്റായിട്ടുള്ള മെസ്സേജുകളും നമ്മുടെ ചിത്രങ്ങളുമാണ് നമ്മൾ കൈമാറുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഉമ്മത്തിന് തന്നെയാണ് വലിയ കോട്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിത്തീരുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റസൂല് ഏറ്റവും വലിയ മാതൃകയാണ് നമുക്ക്. സകല മ്ലേച്ഛതകളിൽ നിന്നും വിട്ടുനിന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മ്ലേച്ഛതകളെ മൊത്തം മാറ്റി നിർത്തിക്കൊണ്ട് മ്ലേച്ഛ വൃത്തികൾ കണ്ടാൽ അതിനെതിരെ സംസാരിച്ചിരുന്ന മനുഷ്യനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപാടുകൾ ഒക്കെ ഏറ്റവും നല്ല രീതിയിലാക്കി തീർക്കാൻ സാധിക്കണം. ഇത് നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ ലജ്ജ നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മുടെ ഒരു മുസ്ലിമിന്റെ സ്വാതന്ത്ര്യം അവിടെ, അവന്റെ ഒരു ഫ്രീഡം അവിടെ നഷ്ടപ്പെടുന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് ഏറ്റവും ഹലാലായ രീതിയിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെ ഉമ്മത്തിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും നമുക്ക് ഇതിലൂടെ മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കണം. ആരാണ് തന്റെ പടച്ചറബെന്നും ആരാണ് നമ്മുടെ പ്രവാചകനെന്നും അവൻ പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാഠം എന്താണെന്നും ഏതൊരു രീതിയിലൂടെയാണോ ഓരോ കാര്യവുമായിട്ട് താൻ ഇടപെട്ടിരുന്നത് എന്നുള്ള പാഠം ഹദീസിലൂടെയും ചരിത്രത്തിലൂടെയും ഒക്കെ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തോട് തീർച്ചയായിട്ടും ചേർത്ത് വെക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് പറഞ്ഞ കാര്യം എന്ന ലജ്ജാബോധം എന്നുള്ളത്. ആളുകൾ തന്റെ മ്ലേച്ഛതകളെ കാണുന്നത് നാം ഇഷ്ടപ്പെടുന്ന ഒന്നാണോ? അല്ലല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ന്യൂനതകളെ മറച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം. ആ ന്യൂനതകളെ തിരുത്താൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. മറച്ചു വെക്കുക എന്നുള്ളത് അത് തിരുത്തിക്കൊണ്ട് ഏറ്റവും നന്മയിലേക്ക് നമുക്ക് മാറിപ്പോകാൻ, അതിൽ നന്മയുടെ വഴി തേടാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അള്ളാഹു ഉണ്ടെന്നുള്ള ഒരു ബോധം മനസ്സിലുണ്ടാകുന്നതോടുകൂടി ഇതൊക്കെ ഇല്ലാതായിത്തീരുന്നതാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളും അള്ളാഹു സുബ്ഹാനഹു വ തആല വീക്ഷിക്കുന്നെന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീർന്നാൽ, ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ലജ്ജ നമ്മുടെ ജീവിതത്തിൽ താനെ വന്നു ചേർന്ന് വരുന്നുള്ള. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ സ്വതന്ത്രമായ നിങ്ങളുടെ സമയത്ത്, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടപെടുന്ന മേഖലകൾ, നമ്മൾ ഒറ്റയ്ക്ക് ഇടപെടുന്ന മേഖലകൾ എത്രത്തോളം കൃത്യതയോടുകൂടി നമ്മൾ ഇടപെടുന്നുണ്ട്. ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നൊരു ബോധം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ആ ഒരു ബോധം നമ്മിലേക്ക് വന്നു ചേരുമ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ലജ്ജാബോധം നമ്മിൽ വന്നു ചേരുമെന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹു കാണുന്നുണ്ടെന്നൊരു ബോധം നമുക്ക് ഉണ്ടാകണം. ഈ ഒരു ബോധത്തിലൂടെ നമുക്ക് നമ്മൾ മനസ്സിലാക്കാൻ ഏറ്റവും സുപ്രധാനമായ കാര്യം കുല്ലും മിനല്ലാ, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മടക്കം അള്ളാഹുവിലേക്കാണ്. വളരെ തുച്ഛമായ സമയം നമ്മുടെ മുമ്പിലുള്ളൂ. ആ സമയം തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവര്, നമ്മൾ ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ എന്ന്. അള്ളാഹുവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സമർപ്പിക്കാൻ, നമ്മുടെ ജീവൻ അവിടെ സമർപ്പിക്കാൻ. അവിടെ നമ്മൾ എന്താണ് പറയുന്നത്? നിന്റെ നാമത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ചെറിയ മരണമാണ് നടക്കുന്നത്. പിന്നീട് എന്താണ് അള്ളാഹു തആല അതുപോലെ തന്നെ നമ്മൾ ജീവിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനമാണ് അതൊക്കെ. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന നമ്മുടെ ഓരോ ദിവസവും നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ദിനവും നമ്മൾ കഴിയുമ്പോൾ, നമ്മുടെ ജീവൻ നമ്മൾ സമർപ്പിക്കുമ്പോ, അങ്ങനെ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്കൊന്ന് ആലോചിക്കാൻ, ഒരു സ്വയം വിചിന്തനം നടത്താൻ, സ്വന്തത്തെ ഒരു ദിവസത്തെ ജീവിതത്തെ പറ്റി നമ്മൾ ആലോചിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. എത്രത്തോളം കൃത്യത ഓരോ ദിവസത്തെയും ജീവിതത്തിൽ നമ്മൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്, അത് എത്രത്തോളമാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും നിരന്തരം നമ്മൾ അതിനെ ആത്മവിചിന്തനം നടത്തണം. അതിലൂടെയാണ് നമുക്ക് കൂടുതൽ നന്മയിലേക്ക് മുന്നേറാൻ. തെറ്റുകളുണ്ടെങ്കിൽ അത് അള്ളാഹുവോട് ഏറ്റു പറഞ്ഞ് അതിൽ നിന്നും വിട്ടു നിൽക്കാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലാണെന്നുള്ള ബോധമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്ന നമ്മുടെ നോട്ടവും, നമ്മൾ അനക്കുന്ന നമ്മുടെ നാവും, നമ്മൾ നടക്കുന്ന നമ്മുടെ കാലും നമ്മുടെ കൈയും ഒക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളതാണെന്നുള്ളൊരു ബോധത്തോട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്ത് വീഴ്ച അല്ലെങ്കിൽ എന്ത് മ്ലേച്ഛതയാണ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക? നമ്മൾ എന്ത് വീഴ്ചയിലേക്കാണ് നമ്മൾ ചെന്നെത്തുക? ഒരിക്കലും നമുക്ക് അങ്ങനെ എത്തിച്ചേരാൻ സാധിക്കില്ല. ആ ഒരു ബോധം, അള്ളാഹുവാണ് ഇതെല്ലാം നൽകിയത് എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം. അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ലജ്ജ ഉണ്ടാകണം. അതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മുമ്പിലുള്ള ലജ്ജ. രണ്ടാമതായിട്ട് നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്മാരുടെ മുമ്പിലുള്ള ലജ്ജയാണ്. നമ്മൾ ഇടപെടുന്ന മേഖലകളെ പറ്റിയിട്ട് ഇസ്ലാമിക ചരിത്രത്തില്
അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ അദ്ദേഹം ജുമഅക്ക് വരാൻ കുറച്ച് ലേറ്റായി, കുറച്ച് നേരം വൈകി. അങ്ങനെ അദ്ദേഹം എത്തിച്ചേരുമ്പോൾ ജുമഅ കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞു പോകുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അദ്ദേഹം ഇത് ഒളിഞ്ഞു നിന്നു, ഒരു മറയിൽ ഒളിഞ്ഞു നിന്നു. ഒളിഞ്ഞു എന്ന് ഇതിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചാൽ, എന്റെ വീഴ്ച മറ്റാരും കാണരുത്, എന്നിൽ നിന്ന് വന്നുപോയ വീഴ്ച മറ്റാരും കാണരുത്. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണ്, ജനങ്ങൾ അത് അറിയേണ്ടതില്ല എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരിലുള്ള സൂക്ഷ്മതയാണിത്. അവരിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്ഷ്മതയാണിത്. ഇത് നമുക്ക് ഒരു ചെറിയൊരു പാഠം മാത്രമാണിത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എത്രത്തോളം നമുക്ക് ഇസ്ലാമികപരമായിട്ട് ജീവിക്കാൻ, നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമ്മളെ എത്രത്തോളം കൃത്യതയുള്ള മനുഷ്യന്മാരാണ്, ആ കൃത്യതയാണ് നമ്മെ നാളെ പരലോകത്ത് നമ്മെ ഹാജരാക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിയെ പറ്റിയിട്ടും നമ്മുടെ പുറം സമൂഹത്തിൽ ഭയങ്കര രസകരമായിട്ട് ഏറ്റവും മാന്യനായിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൈവറ്റ് ടൈമിൽ സ്പേസിൽ എത്രത്തോളം സൂക്ഷ്മത നമ്മൾ പാലിക്കുന്നുണ്ട്, അതാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശ്രദ്ധ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ സാധിക്കണം. എല്ലാ ഹറാമുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി, ലജ്ജാബോധത്തോടുകൂടി ഇടപെടാൻ സാധിക്കണം. തീർച്ചയായിട്ടും അതാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുക. അള്ളാഹുവിനുള്ള ലജ്ജ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം രണ്ടാമതായി പറഞ്ഞ നമ്മുടെ സമൂഹത്തോടുള്ള ലജ്ജയാണ്. അവസാനമായി ഞാൻ പറഞ്ഞത് നമ്മുടെ സ്വന്തത്തോടുള്ള ലജ്ജയാണ്. ഈ സ്വന്തത്തോടുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും ഒരു മ്ലേച്ഛതയിലേക്കും ഞാൻ എന്റെ ശരീരത്തെ, എന്റെ നെഫ്സിനെ ഞാൻ കൊണ്ടെത്തിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ചെന്ന് ചാടില്ല എന്ന് നമുക്ക് സ്വന്തം തീരുമാനമെടുക്കാൻ സാധിക്കണം. അങ്ങനെ തീരുമാനം എടുക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എത്രത്തോളം മാന്യനാണ്, മാന്യതയുള്ള വ്യക്തിത്വമാണ്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പൊതുസമൂഹത്തിലെ മാന്യത മാത്രമല്ല, സ്വന്തത്തിലുള്ള മാന്യത നാം സ്വന്തം തന്നെ ആത്മവിചിന്തനം നടത്തി കൃത്യതപ്പെടുത്തണം. വീഴ്ചകൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് അള്ളാഹുവോട് കൂടുതൽ സംസാരിച്ച് അതിനു വേണ്ടിയുള്ള പശ്ചാത്താപ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മെ വേണ്ടപ്പെട്ട ആളുകളെയും ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും നമ്മുടെ മുസ്ലിം ഉമ്മത്തിനെ പടച്ച റബ്ബ് സംരക്ഷിക്കുമാറാകട്ടെ. മ്ലേച്ഛതയിലേക്ക് ചെന്നെത്തിക്കുന്ന, കൊണ്ട് ചാടിക്കുന്ന എല്ലാ സകല പ്രവൃത്തികളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ നിയന്ത്രിക്കുമാറാകട്ടെ. വഖൂലി ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم ثانيا نفسي بتقوى الله. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مثواهم. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار وأدخلنا الفردوس يا رب العالمين، وأدخلنا الفردوس يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. اللهم انصر المسلمين في كل مكان، اللهم انصر المسلمين في كل مكان
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقم الصلاة.